ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും കുടുംബത്തെയും ഇവിടെ കൃപാസന വൽത്താരയിലേക്ക് ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. എൻ്റെ പേര് ജൂഡിയ, ഹസ്ബൻഡിൻ്റെ പേര് ഞങ്ങളുടെ 4ാമത്തെ കുഞ്ഞാണ് ജിയന്ന മരിയ സേവ്യർ. ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു BSc ബാച്ച്മേറ്റ് പ്രിയ എന്ന് പറഞ്ഞ ആൾ അവളുടെ കൊച്ചിൻ്റെ ഒരു സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞതിലും അങ്ങനെ അവൾ പറഞ്ഞാണ് ഞങ്ങൾ സൗഖ്യത്തെക്കുറിച്ച് അറിഞ്ഞാണ് സൗഖ്യം അറിഞ്ഞാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞതും. അങ്ങനെ ഞാൻ ആ സമയത്ത് കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ എനിക്ക് അമ്മയുടെ സാന്നിധ്യം കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം തൊട്ട് ഇവിടെ വരുമ്പോൾ തീർത്ഥാടന ഉടമ്പടി എടുക്കണം, നാട്ടിൽ വരുമ്പം എന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഞങ്ങൾക്ക് വന്നെങ്കിൽ നമുക്ക് വരാനുള്ള ഒരു കൃപ മാതാവ് വിളിക്കുന്ന സമയത്ത് ഇവിടെ വരാൻ പറ്റുള്ളെന്ന് ശരിക്കും മനസ്സിലായത് ആണ്. ആ സമയത്ത് ഞങ്ങൾ നിയോഗം ഇട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അമ്മയുടെ അടുത്ത് വരാൻ പറ്റി. അങ്ങനെ 28 ഓഗസ്റ്റ് 2024 ഞങ്ങൾ കുടുംബമായിട്ട് വന്ന് ഉടമ്പടി എടുത്തു. നിയോഗങ്ങളും എല്ലാം തന്നെ അമ്മ സാധിച്ചു തന്നു. ആ സമയത്ത് ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു പ്രധാന കാര്യം, ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് 2024 മെയ്യിൽ എനിക്കൊരു ജോബ് റിലേറ്റഡ് പ്രൊമോഷൻ്റെ ഒരു എഡ്യൂക്കേറ്റർ, ഞങ്ങൾ രണ്ടുപേരും UAE നേഴ്സുമാരായിട്ടുമാണ് വർക്ക് ചെയ്യുന്നത്. നേഴ്സ് എഡ്യൂക്കേറ്ററായിട്ടുള്ള ഒരു ലാറ്ററൽ ട്രാൻസ്ഫർ ഓപ്പർച്യൂണിറ്റിക്കുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ആ സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് പ്ലേസ്മെൻ്റ് ഉണ്ടെന്ന് ഒരു റിപ്ലൈ കിട്ടി. പക്ഷേ അത് എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നൊരു ക്ലാരിറ്റി ആ സമയത്തില്ലായിരുന്നു. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയോട് ഈ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. അപ്പം അവിടെ സീനിയർ സ്റ്റാഫ്സും എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് യൂണിറ്റാണ്. അവിടുന്ന് ആദ്യമായിട്ടാണ് ഞാൻ പോയിട്ട് 10 വർഷത്തിനുള്ളിൽ ഒരാളും ലാറ്ററൽ ട്രാൻസ്ഫറിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അമ്മയോട് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് എനിക്കറിയത്തില്ല എൻ്റെ ഈ പ്രോസസ്സിൻ്റെ കാര്യം എവിടം വരെ ആയി, മൂവ് ചെയ്യുന്നുണ്ടോ, പ്രോഗ്രസ് ആണോ എന്നൊന്നും എനിക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ തടസ്സങ്ങൾ വരുന്ന സമയത്ത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് തടസ്സം വന്ന സമയങ്ങളിലൊക്കെ. അതിൻ്റെ ഫലമായിട്ട് 90ാമത്തെ ദിവസം, എൻ്റെ ഉടമ്പടി 90ാമത്തെ ദിവസം എൻ്റെ മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു, നിന്നെ ഈ പൊസിഷനിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. സോ നിന്നെ ഞാൻ റിലീസ് ചെയ്യും ജനുവരി 1-ാം തീയതി തൊട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അതൊരു സാക്ഷ്യം തന്നെയായിരുന്നു. അവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും ഒന്നും പറയാതെ തന്നെ എല്ലാവരും നേരിട്ട് കണ്ട ഒരു സാക്ഷ്യം. അത്രയും നോട്ട് പോസിബിൾ. നമുക്ക് കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ തിങ്ങായിട്ട് തോന്നുമെങ്കിലും ആ സമയത്ത് നമുക്ക് അവിടെയുള്ള ആളുകൾക്കൊരു പ്രിഫറൻസ് കൊടുക്കാം, അങ്ങനെ ഒരു പ്രൊമോഷൻ ജോബ്. മാത്രമല്ല എന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആ സമയത്താണ് അമ്മ അത് എൻ്റെ മെറിറ്റ് അല്ല, ഇറ്റ് ഈസ് ബൈ ഗോഡ്സ് മെറിറ്റ് ഹി മൂവ്ഡ് മീ ആൻഡ് ആസ് എ പ്രൂഫ് it was on the 90th day I received a communication. അങ്ങനെ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറി മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്തെങ്കിലും അവിടെ എനിക്ക് വേണ്ടി അമ്മയുടെ കംപ്ലീറ്റ് പ്രസൻസും സഹായങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വേറൊരു യൂണിറ്റിലേക്ക് സ്വിച്ച് ചെയ്തെങ്കിലും എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് വേണ്ടി കർത്താവ് പല സമയത്ത് വാദിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്കിത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ഒരാളിൽ കൂടെ, അല്ലെങ്കിൽ അവരുടെ നമ്മൾ പോകുന്ന പോലെ ഇപ്പം കാണുന്ന ആയിരിക്കില്ല നെക്സ്റ്റ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഫീലിംഗ്. അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് ത്രൂ ഔട്ട് ഞങ്ങൾ ഫീൽ ചെയ്തിരുന്നു ആ സമയത്ത്. അതിനോടനുബന്ധിച്ച് തന്നെ പറയട്ടെ, ലാറ്ററൽ ട്രാൻസ്ഫറായി എനിക്ക് ക്ലിനിക്കൽ നഴ്സ് എഡ്യൂക്കേറ്ററായി പ്ലേസ്മെൻ്റായി. പക്ഷേ അവിടുത്തെ റൂൾ അനുസരിച്ച് നമ്മൾക്ക് പ്ലേസ്മെൻ്റ് ആയാലും നമ്മുടെ ഒഫീഷ്യൽ പ്രൊമോഷൻ ഇമ്മീഡിയറ്റ്ലി ഹാപ്പൻ ചെയ്യണമെന്നില്ല. ഇത് പക്ഷേ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ എനിക്ക് ട്രാൻസ്ഫറായി 7 monthsനുള്ളിൽ ഒഫീഷ്യൽ പ്രൊമോഷൻ വിത്ത് സാലറി ഡിഫറൻസിയേഷൻ വന്നു. അതെല്ലാവരും സർപ്രൈസ് ചെയ്ത ഒരു ഇവൻ്റായിരുന്നു. കാരണം മെനി പീപ്പിൾ വെയിറ്റ് ഫോർ 2 to 3 years. അത് അമ്മ ടൈം ഷോർട്ടൻ ചെയ്ത്, അത് ഞാൻ ഉടമ്പടി വെച്ചിരുന്ന ഒരു നിയോഗം ആയിരുന്നില്ല. അമ്മ എനിക്കത് ബോണസായിട്ട് തന്ന ഒരു ഗിഫ്റ്റായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യം വന്ന് ഉടമ്പടി പുതുക്കിയത് ലാസ്റ്റ് ഇയർ
ജൂലൈ 30-നായിരുന്നു. ആ സമയത്ത് എൻ്റെ പ്രൊമോഷൻ കുറച്ച് ഹോൾഡായി നിൽക്കുമായിരുന്നു. ഫെബ്രുവരി 2024 ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതായിരുന്നു. പിന്നെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി പീരീഡിൽ തന്നെ ഓഗസ്റ്റിൽ ഫസ്റ്റ് പ്രൊമോഷൻ്റെ ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിൽ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം നെയിം ലിസ്റ്റ് ഒന്നും കിട്ടിയില്ല. അപ്പം എല്ലാവരും പറയിടായിരുന്നു. ഞങ്ങൾ തുടർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കാരണം അമ്മയ്ക്ക് ഇത്രയും വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാമെങ്കിൽ ഇതൊരു ചെറിയ കാര്യമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഇച്ചിരി വൈ ഇറ്റ്സ് ലേറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാനേജ്മെൻറ്റിൽ തന്നെ വന്നു. അങ്ങനെ നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ, അത് ഞങ്ങളുടെ ഉടമ്പടി പീരീഡിൽ തന്നെ നെക്സ്റ്റ് പ്രൊമോഷൻ ലിസ്റ്റ് റേസ് ചെയ്യുകയും അതുപോലെ തന്നെ ആ സമയത്ത് ചാർജ് നേഴ്സായിട്ട് ICUവിൽ പ്രൊമോട്ടഡ് ആകുകയും ചെയ്തു. ഈശോയ്ക്ക് നന്ദി. പിന്നീട് സാക്ഷി ഒത്തിരി പറയാനുണ്ട്. അമ്മയുടെ ഓരോ പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, ഉടമ്പടി വസ്തുക്കളുടെ ഇതും. പിന്നെ ഇവിടുത്തെ പറയാനാണെങ്കിൽ നാട്ടിൽ ഞങ്ങളിവിടെ കട്ടപ്പനയിലാണ്. ഞങ്ങൾക്ക് കാടമം പ്ലാന്റേഷൻസ് ആണുള്ളത്. അവിടെ ബോർവെല്ല്, അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടറിങ്. അപ്പം ബോർവെല്ല് ഞങ്ങൾ കുഴിച്ചു. ഞങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്തായിരുന്നു, പക്ഷേ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ UAയിലായിരിക്കുമ്പോഴാണ് ഇവിടെ ബോർവെല്ല് കുഴിച്ചത്. ആദ്യത്തെ സമയത്ത് മാക്സിമം ഡെപ്ത്ത് കുഴിച്ചു, പക്ഷേ വെള്ളം കിട്ടിയില്ല. രണ്ടാമത് ഒരാഴ്ചത്തെ ലീവിന് ഇച്ചേനിവിടെ വരികയും ഉടമ്പടി ഉപ്പ് ആ സ്ഥലത്തിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അതിൽ 4/1 ഡെപ്ത്ത് കുഴിച്ചപ്പോൾ തന്നെ തൊട്ടടുത്ത ഏരിയയിൽ ആ സെയിം പ്ലേസിൽ ധാരാളം വെള്ളം കിട്ടുകയും അത് ഞങ്ങൾക്ക് വിളവിനെല്ലാം അമ്മ സഹായിക്കുകയും ചെയ്തു. അമ്മയുടെ മധ്യസ്ഥത്തിന് പ്രത്യേകം നന്ദി. ഇനി ചെറിയ കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഈ നഴ്സിംഗ് ഫീൽഡ് ആയതുകൊണ്ട് നമ്മുടെ വിശ്വാസവും ഞങ്ങളുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് പേഷ്യൻസിനും നമ്മുടെ കോവർക്കേഴ്സിനും വളരെ വിശ്വാസം വളർത്താനും പല പേഷ്യൻസിന് ഹീലിംഗ് ആയിട്ടുണ്ട്. അങ്ങനെ ICUന്ന് വരെ അവരിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ വിശദമായിട്ട് പറയുന്നില്ല. പിന്നെ എൻ്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അത് ഞാൻ അമ്മയോട് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാണ്. ആദ്യം ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അവിടെ പോയ ദിവസം ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയപ്പം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്രെഡിറ്റ് കാർഡ് മിസ്സായി. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. ഞാൻ പോയി ഷോപ്പിങ്ങിൻ്റെ ഒരു പകുതി ഭാഗമായപ്പോഴാണ് ഞാൻ പേഴ്സ് എന്തോ ആവശ്യത്തിന് തുറന്നപ്പം ക്രെഡിറ്റ് കാർഡ് കാണുന്നില്ല. അപ്പം നമുക്കറിയാം ക്രെഡിറ്റ് കാർഡെന്ന് വെച്ചാൽ നമ്പർ നിർബന്ധമില്ല. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വിത്തൗട്ട് പിൻ ആൻഡ് പീപ്പിൾ ഓതറൈസിങ് യു ക്യാൻ ഡു ഇറ്റ്. നമ്മളത് അറിഞ്ഞില്ലേ, ദേ ക്യാൻ ഇമ്മീഡിയറ്റ്ലി ഡു ആൻഡ് ദെൻ യു ഹാവ് ടു ഡു ലോട്ട് ഓഫ് പ്രൊസീഡിങ്സ് ഫോർ ദാറ്റ് ടു ക്യാൻസൽ ഇറ്റ് ഓൾ. അപ്പം ഞാൻ വേഗം പറഞ്ഞു, അമ്മേ ഇതെനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു വന്നു. ഞാൻ ഓടി മോളുടെ പുറത്തേക്ക് തിരിച്ചു വരുമ്പം ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സംതിങ് വീണു. ഞാൻ അവിടെ വേറൊരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളായിരുന്നു. ഐ വാസ് ജസ്റ്റ് വെയിറ്റിംഗ്. അപ്പം ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡായിരുന്നു. പക്ഷെ നിങ്ങൾ ഫാസ്റ്റായിട്ട് പോയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു നിങ്ങൾ തിരിച്ചു വരുന്നോടം വരെ. അപ്പം അമ്മയുടെ ഒരു പ്രത്യേക മധ്യസ്ഥത്താലാണ് അത് തരണമെന്നില്ല. അയാൾക്കത് തരണമെന്നില്ല. ഹി ക്യാൻ ഡു മച്ച് തിങ്സ് വിത്ത് ദാറ്റ്. അതുപോലെ തന്നെ ഈ സെയിം കാർഡിൻ്റെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഞാനറിയാതെ തന്നെ ഈ ഫ്രോഡ് ട്രാൻസാക്ഷൻസ് ആർ കോമൺ നൗ. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഈ കാർഡിന് വന്നു. ഞാനങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒത്തിരി കാർഡ് യൂസ് ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മെസ്സേജ് വന്നത് ഇറ്റ് ഈസ് മൈ ഫോൾട്ട്. ഐ ഡിഡ് നോട്ട് നോട്ടീസ്. ഞാനത് നോട്ടീസ് ചെയ്തില്ല ഇങ്ങനെ മെസ്സേജ് വന്നു. അതൊരു ഓൾമോസ്റ്റ് 12,000 to 15,000 എമൗണ്ട് ആയിരുന്നു ഇവിടുത്തെ പൈസ. ലോസ് ട്രാൻസാക്ഷൻ അവർ വേറൊരു കറൻസി ചെയ്തിരുന്നു. പക്ഷെ ഞാനിത് ഐഡൻറ്റിഫൈ ചെയ്ത് ബില്ല് പേ ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 2-3 വീക്സ് കഴിഞ്ഞിട്ടാണ്. ബാങ്കിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വി ഓൾറെഡി പെയ്ഡ് ദ സം, യു കനോട്ട് ഡു എനിത്തിങ്, നിനക്ക് മണി തിരിച്ച് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മേ കാരണം നമ്മൾ പൈസ എല്ലാം ദൈവം തരുന്നു, അതുകൊണ്ട് അവിടുന്ന് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, അമ്മ ഈ പൈസ എനിക്ക് തിരിച്ച് കിട്ടാനുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എന്നോട് സംസാരിച്ച കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പറഞ്ഞു, നത്തിങ് മോർ അബൌട്ട് ഇറ്റ് ഇറ്റ്സ് ലേറ്റ് ഓൾറെഡി എന്ന്. പിന്നെ നെക്സ്റ്റ് ഡേ എന്നെ ഓൾറെഡി അവിടുന്ന് കസ്റ്റമർ കെയർ ചെയ്യുന്ന ഒരാൾ വിളിച്ചു. ഞാനിത് പറഞ്ഞു. അവർ എന്നോട് അതിൻ്റെ സം പ്രൊസീഡിങ്സ് എനിവേ ലെറ്റസ് ട്രൈ ഇറ്റ് എന്നും പറഞ്ഞ് അവർ ട്രൈ ചെയ്തു. അതിനെ കുറച്ച് ഡിക്ലറേഷൻസും കുറച്ച് കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻസും കുറച്ച് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു.
അങ്ങനെ ബൈ ഗോഡ്സ് ഗ്രേസ് ഇൻ 2 months ഐ ഗോട്ട് ദ ഹോൾ സം ബാക്ക്. അമ്മയുടെ അവസാനം ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് അമ്മ ജോലി മേഖലയിൽ ഒരുപാട് കൃപാനുഗ്രഹങ്ങൾ എനിക്കും ഹസ്ബൻഡിനും തരാറുണ്ട്. ഞങ്ങൾ ജോലിക്ക് എത്ര ബിസി ആയിട്ട് പോയാലും അമ്മയുടെ കാശ് രൂപം കൊണ്ടാണ് പോകാറ്. പല ഡിസിഷൻ മേക്കിങ്ങിനും നമുക്ക് ഡീൽ ചെയ്യുമ്പം ഡിഫിക്കൽട്ടായിട്ട് രണ്ട് സൈഡിലും മിഡിലിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ വരുന്ന സമയത്തെല്ലാം അമ്മ നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം തരാറുണ്ട്. കാശ് രൂപ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സത്യത്തിൽ ടെൻഷനാണ്. അമ്മയുടെ പ്രസൻസ് എപ്പോഴും ഒരു ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഞാൻ ഓൾറെഡി അവിടെ DOHRN ലൈസൻസിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ന്യൂ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സ്പെഷ്യാലിറ്റി പ്രോഗ്രാം അവിടെ ഞങ്ങൾ ഗവൺമെൻറ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫലം ഇതായിട്ട് അതിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് ഫാക്കൽറ്റി ലൈസൻസിങ് നടക്കുകയാണ്. അപ്പോൾ സ്പെഷ്യാലിറ്റി ലൈസൻസിങ് എക്സാം ഉണ്ടായിരുന്നു, DOHൻ്റെ എക്സാം. അപ്പോൾ എക്സാം അത് ആദ്യമായിട്ടാണ്, ഇതുവരെ അധികം ആരും ആ എക്സാം എഴുതിയിട്ടില്ല ലൈസൻസ്. അപ്പം ഞങ്ങൾ ആദ്യം ഫാക്കൽറ്റി ലൈസൻസ് ചെയ്യാൻ വേണ്ടി ഈ എക്സാമിന് ഞങ്ങളെ ബുക്ക് ചെയ്തു. 4 to 5 of us ഫ്രം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബുക്ക് ചെയ്ത്, എഡ്യൂക്കേഷനിൽ നിന്ന് ബുക്ക് ചെയ്ത്. ഇനീഷ്യലി ആദ്യം കമ്മ്യൂണിക്കേഷനൊക്കെ വന്നു, പിന്നെ ഒരു ഗ്യാപ്പ് ഇൻ കമ്മ്യൂണിക്കേഷൻ വന്നു. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അതിൻ്റെ ഡേറ്റൊക്കെ നമുക്ക് എടുത്തു തരുന്നത്. അപ്പോൾ ഡേറ്റ് എടുക്കാൻ താമസം വന്നപ്പോൾ അമ്മ ഇങ്ങനെ മനസ്സിൽ നിന്ന് എന്നോട് പറഞ്ഞു, നിൻ്റെ ഓൺലൈൻ ഉടമ്പടി തീർന്നു, നീ അത് പുതുക്കാൻ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഇന്ന് ഓൺലൈൻ എടുത്തു. നാളെ പിറ്റത്തെ ദിവസം എനിക്ക് മെസ്സേജ് വന്നു, August 1 ഡേറ്റ് എടുത്തെന്ന്. ഡേറ്റ് ഓൾറെഡി അപ്രൂവ്ഡ് ആണ്, നിൻ്റെ പേയ്മെൻറ്റ് പോയി, യു വിൽ ബി റൈറ്റിംഗ് എക്സാം ഓൺ August 1. അപ്പം ഞാൻ ഓർക്കുക, ഞാൻ ആക്ച്വലി ഐ വിൽ ബി ഇൻ ഇന്ത്യ ദാറ്റ് ടൈം. ഞാൻ അന്നേരം ഇന്ത്യയിലായിരിക്കുമ്പോൾ എനിക്ക് ആ എക്സാം എങ്ങനെ എന്തുമാത്രം എഴുതാം, എന്തുമാത്രം പ്രിപ്പയർ ചെയ്ത് എഴുതാമെന്നൊന്നും നമുക്കറിയത്തില്ല. അധികം ആരും ഈ എക്സാം ഡിഫെൻഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഹൗസ് എ പാറ്റേൺ ഓഫ് എക്സാം എന്നൊന്നും നമുക്കറിയത്തില്ല. റിട്ടൺ ആയതുകൊണ്ട് ഇറ്റ് വാസ് ഓറൽ ഓൾസോ. സോ നമുക്ക് അന്നേരം ഡയറക്റ്റ്ലി നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ അനുസരിച്ച് നമ്മുടെ സ്കോർ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയെ ഞാനിത് നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, എൻ്റെ മെരിറ്റ് കൊണ്ടല്ല. കാരണം എനിക്ക് സമയമില്ല. ഞാൻ 25 അവിടുന്ന് ട്രാവൽ ചെയ്തത്. പിന്നെ ഒരു 5-6 ഡേയ്സേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹോൾ ടോപ്പിക് ഇൻ പീഡിയാട്രിക്സ് എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല. ഒന്ന് റിവ്യൂ ചെയ്യാൻ പോലുള്ള സമയം കിട്ടത്തില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ ഞാനിപ്പോൾ ഈ സാക്ഷ്യം തുറന്നു നോക്കാൻ പോവുകയാണ്, യൂട്യൂബിലെ കൃപാസനം സാക്ഷ്യം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരാൾ എക്സാം പാസ്സായ ഒരു സാക്ഷ്യം കിട്ടുവാണെങ്കിൽ അത് അമ്മ ഈശോയുടെ മെറിറ്റിലായിരിക്കും ഞാൻ ഈ എക്സാം പാസ്സാകുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ ഞാൻ യൂട്യൂബ് തുറന്നപ്പോൾ ആദ്യം കിട്ടിയ സാക്ഷ്യം ഒരു 53-year-old ടീച്ചർ കേടെക് എക്സാം പാസ്സായ സാക്ഷ്യമായിരുന്നു. പ്രൈസ് ലോർഡ്, ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. അങ്ങനെ അമ്മ എനിക്ക് അടയാളം തന്നു. ഞാനിവിടെ വന്നു. നമുക്ക് ക്ലൈമറ്റ് റിലേറ്റഡ് കുറച്ച് വൈഫൈ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും ഇനീഷ്യലി ഇച്ചിരി ടെൻഷനായെങ്കിലും അമ്മ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നു. എക്സാം റിസൾട്ട് 7 days കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ സാറ്റർഡേ ഞാൻ എക്സാം എഴുതി, ട്യൂസ്ഡേ ഇറ്റ് കെയിം പാസ്. ഗ്ലോറി ടു ഗോഡ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ പത്രപ്രവർത്തനം ഞങ്ങൾ ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് UAE-ൽ. കൂടുതലായിട്ട് നമുക്ക് അറിയത്തില്ലാത്ത അവിടെ മലയാളം കമ്മ്യൂണിറ്റിക്ക് മജോറിറ്റി എല്ലാവർക്കും അറിയാം. പക്ഷേ ഇംഗ്ലീഷുകാർക്ക് കൂടുതൽ നമ്മൾ അവരോട് നമ്മുടെ സാക്ഷ്യം പറഞ്ഞാണ് അവർക്ക് ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കുന്നതും. മാത്രമല്ല നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഡിഫിക്കൽട്ടീസ് ഉള്ള സ്റ്റാഫ്സും പേഷ്യൻസും നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരെ ഞങ്ങളെപ്പോഴും ലൈറ്റ് ക്യാൻഡിൽ ഇടാനും ഓൺലൈൻ ഉടമ്പടി എടുക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിനുള്ള ലിങ്കും പിന്നെ അമ്മയുടെ സാക്ഷ്യങ്ങൾ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടാറുണ്ട്. ബാക്കി കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് സ്റ്റുഡൻസിന് ചെയ്യുന്നുണ്ട്, നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ. പിന്നെ അല്ലാത്ത ഫിസിക്കൽ സപ്പോർട്ട് നമുക്ക് അറിയത്തില്ലാത്ത ആളുകളാണല്ലോ മറ്റ് എമിറേറ്റ്സിൽ നിന്ന് വരുന്ന മലയാളീസും ഒക്കെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ളവർ അഡ്മിറ്റ് ആകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ചോദിക്കുന്നതും ത്രൂ നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ കാര്യം ഞാൻ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പലതവണ പല ഗ്രൂപ്പുകളിൽ ബൈബിൾ ഒന്ന് ഹോളായിട്ട് റീഡ് ചെയ്ത് തീർക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതിന് സാധിച്ചിട്ടില്ല, പലപ്പോഴും വിട്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടി എടുത്തതിൽ ശേഷം 3 പ്രാവശ്യം ബൈബിൾ കംപ്ലീറ്റ് റീഡ് ചെയ്ത് തീർക്കാനുള്ള കൃപയുണ്ടായി. പിന്നെ വചനം കൂടുതൽ പഠിക്കാനുള്ള ക്ലാസ്സുകളിലോട്ടൊക്കെ ഈശോ എന്നെ നയിക്കുന്നുണ്ട്. ഇപ്പം ഈ ഉടമ്പടി ജീവിതത്തിലുടനീളം ഞങ്ങളെ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു വേർഡിങ് ഇതാണ്, മാത്യു
ചാപ്റ്റർ 10 വേഴ്സസ് 32. അതായത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ ഏറ്റു പറയുമെന്ന്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ താഴേണ്ട ഒരു സ്റ്റേറ്റ്, നമുക്ക് പേപ്പർ കൊടുക്കേണ്ട സമയത്തോ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയേണ്ട സമയത്തോ നമ്മുടെ ഒരു ഡിഗ്നിറ്റി ഒരു പ്രശ്നമാകുമ്പം ഈ ലൈൻസ് എൻ്റെ മനസ്സിലെപ്പോഴും വരാറുണ്ട്. അപ്പോൾ കർത്താവ് ഏറ്റു പറയാം, അതുപോലെ അവിടുത്തെ ഞാൻ ഏറ്റു പറയുകയാണ്. ഞങ്ങളുടെ കുടുംബവും ഈശോയുടെ മുമ്പിൽ എന്നും നന്ദിയുള്ളവരായിരിക്കും. തുടർന്ന് ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങളും കുഞ്ഞുങ്ങളും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും അവർക്ക് ഉടമ്പടി ഉപ്പ് എണ്ണ അതെല്ലാം അവർ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അസുഖം വരുമ്പോഴും എല്ലാം അവർക്ക് ആ വിശ്വാസം അവരേറ്റു പറയുന്നുണ്ട്. ഗ്ലോറി ടു. ഇംഗ്ലീഷും മലയാളവും പത്രം കൊടുക്കുന്നത്. ഇംഗ്ലീഷിന് മൾട്ടിപ്പിൾ നാഷണാലിറ്റീസ് ഉണ്ട്. അവർക്കെല്ലാവർക്കും നമ്മുടെ സാക്ഷ്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. മലയാളീസ് നോൺ കാത്തലിക് പീപ്പിളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ചിലർ പിന്നെ അത്രയും ഡിവോട്ടഡ് ആയിട്ട് അപ്ഡേറ്റഡ് സാക്ഷ്യങ്ങൾ വായിക്കാൻ ആഗ്രഹമുള്ളവർക്കും നമ്മൾ കൊടുക്കും. അല്ലാത്തവർക്ക്, അറിയത്തില്ലാത്തവർക്കും കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാം തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജിനു, വെള്ളയങ്കടി ഇടവകയാണ്, കട്ടപ്പനയിൽ നിന്ന് വരുന്നു. എൻ്റെ വൈഫ് ഓൾറെഡി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ദൈവം തന്ന മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. സങ്കീർത്തനം 20:4 ഉടമ്പടിയിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരുടെ ആഗ്രഹങ്ങളും ഹൃദയാഭിലാഷങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. പരിശ്രമങ്ങളും എല്ലാ പ്രതീക്ഷകളുമെല്ലാം അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, നിൻ്റെ എല്ലാ പദ്ധതികളും ഫലമണിയിക്കട്ടെ, വിജയിക്കട്ടെ എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. ജീവിതത്തിൽ എല്ലാ പദ്ധതികളാണ് നമ്മൾ ഉടമ്പടിയിലൂടെ നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളും അസാധ്യമായ കാര്യമെന്ന് തോന്നുന്നത് എല്ലാം ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു പക്ഷേ ജോലി തടസ്സങ്ങളാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, വിവാഹ തടസ്സങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, രോഗാവസ്ഥകൾ, എന്ത് തന്നെ ആയാലും, എന്ത് തന്നെ നമ്മുടെ ഹൃദയാഭിലാഷമായാലും എല്ലാം സാധിച്ചു തരുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കാര്യം മാത്രം, വിശ്വസ്തത മാത്രമാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശ്വസ്തയോടെ അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു വന്ന് പുതിയ വഴികൾ തുറന്നു തരുന്നതായിട്ടാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ തക്ക സമയത്ത് അനുയോജ്യമായ തൻ്റെ പദ്ധതി പ്രകാരം ഫലം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണ് ജുഡിയായും ജിനുവും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മക്കൾ ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി അറിയുന്നത് ഒരു സഹോദരി വഴിയാണ്. അതായത് കൂടെ പഠിച്ച ഒരു കൂട്ടുകാരിയുടെ ഒരു സാക്ഷ്യം കേൾക്കുകയും അങ്ങനെ കൃപാസനം അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. 4th ചൈൽഡ് കൺസീവായ സമയത്തുണ്ടായിരുന്ന പ്രഗ്നൻസി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം പ്രാർത്ഥിച്ചു. പിന്നീട് വെച്ചത് ജോലിയുടെ കാര്യമായിരുന്നു. ഹസ്ബൻഡും വൈഫും ഈ മക്കൾ രണ്ടുപേരും ജോലിയിൽ പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ 2024 വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയും ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തിരുന്ന ഈ മകൾക്ക് ഒരു ലാറ്ററൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടായിരുന്നു. അതിന് ഒരു അല്പം തടസ്സങ്ങളുണ്ടായിരുന്നു. എന്തായാലും ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആദ്യമൊക്കെ റിജക്റ്റായ ആ കാര്യം തന്നെ പിന്നീട് ഉടമ്പടിയിലായിരുന്ന ഈ മക്കൾ ഉടമ്പടിയിൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് 90 ദിവസം ഉടമ്പടി തികയുന്നതിന് മുൻപ് തന്നെ മാനേജർ വീണ്ടും വിളിക്കുകയാണ്. അവിടെ ഈശോയുടെ അവിടെ ഒരു വലിയ ഇടപെടലാണ് ഈ മക്കൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ മാനേജർ വിളിക്കുകയും ജോലിക്ക് ഒരു റിലീസ് കൊടുക്കുകയും പിന്നെ ക്ലിനിക് നഴ്സ് എഡ്യൂക്കേറ്ററായിട്ട് ഒരു ന്യൂ പ്ലേസിൽ ഒരു ന്യൂ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് അമ്മയുടെ ആ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. ലാറ്ററൽ ട്രാൻസ്ഫർ ഇറ്റ് ടേക്സ് ടൈം ആക്ച്വലി 2 to 3 years മിനിമം. പക്ഷേങ്കിൽ ഈ മകളുടെ കാര്യത്തിൽ വളരെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ 7 മാസത്തിനുള്ളിലാണ് ഈ മകൾക്ക് ലാറ്ററൽ ട്രാൻസ്ഫർ ലഭിക്കുകയും
അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. ഈ മക്കൾ ഉടമ്പടിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ 90 ദിവസത്തിന് മുൻപ് തന്നെ ആ കാര്യത്തിൽ ഒരു മാതാവിൻ്റെ ഈശോയുടെ ഒരു ഇടപെടലാണ് ഈ മക്കൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ത് ഈ മകൾക്ക് ഒരു അഷുറൻസാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ ഇടപെടൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യത്തിന് പോകുമ്പോഴും ഇവരുടെ കയ്യിലുള്ളത് ഉടമ്പടി കാശുരൂപമാണ്, വെഞ്ചരിച്ച ഉപ്പാണ് കൂടിയുള്ളത്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഈ മക്കൾ ഓരോ കാര്യത്തിനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ അമ്മയുടെ ഇടപെടൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹസ്ബൻഡിൻ്റെ കാര്യവും ജിനുവിൻ്റെ കാര്യം പറഞ്ഞത്. പ്രൊമോഷൻ കിട്ടുവാനായിട്ട് അത് ചാർജിനേഴ്സ് ആയിട്ടാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സമയ ചുരുക്കത്തിൽ തന്നെയാണ് അമ്മ ഇടപെടുന്നത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു കരുതലും ഒരു കൃപയുമാണ്, അനുഗ്രഹമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചാർജിനേഴ്സായിട്ട് പ്രൊമോഷൻ കിട്ടുന്നത്. പിന്നീട് കാടമൻ ഗാർഡനുള്ള ഈ മക്കൾക്ക് കൃഷി സ്ഥലത്ത് ബോർവെലിൻ്റെ ആവശ്യമുണ്ട്. അവിടെയും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ ബോർവെൽ ഫെയിലിയർ ആയിരുന്നു. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ആ മുൻപ് ഉണ്ടാക്കിയ ബോർവെലിനേക്കാളും 4-1 ഡെപ്തിൽ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടുകയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ജലം നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയും ചെയ്തതാണ്. ഇവിടെയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലും അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ്, അമ്മയുടെ മധ്യസ്ഥയിലൂടെ ഈശോയുടെ കൃപയാൽ ആവശ്യമുള്ള ജലം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കാൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്ന കാര്യങ്ങൾ ക്രെഡിറ്റ് കാർഡും പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനെ പറ്റിയുമാണ്. അവിടെയും അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഒരു നഷ്ടപ്പെട്ടു പോയാൽ നമുക്കറിയാം ആർക്ക് വേണേലും പൈസ വിത്ഡ്രോ ചെയ്യാം. പക്ഷേങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഈശോയുടെ അമ്മയുടെ ഇടപെടലിൽ മകൾ പ്രാർത്ഥിച്ചത് അമ്മയെ എനിക്ക് തിരിച്ചു തരണം, അമ്മയുടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അത് ഒരു വ്യക്തിയുടെ കൈവശം ലഭിക്കുകയും ആ വ്യക്തി വിശ്വാസത്തോടെ ഇവരുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അത് ഈ മക്കൾ പറയുന്നത് തിരിച്ചു കിട്ടിയത് അത് ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താലാണ്, അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് അത് തിരിച്ചു കിട്ടാൻ സാധിച്ചത്. തന്നെയുമല്ല ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് അത് അല്പം വൈകിപ്പോയി അത് ഇൻഫോം ചെയ്യാനായിട്ട് ബാങ്കിൽ. അവിടെയും വി ഹാവ് എ ലിമിറ്റഡ് ടൈം ടു ഇൻഫോം ദ ബാങ്ക്. പക്ഷേങ്കിൽ താമസിച്ചെങ്കിലും അവിടെ ആ ബാങ്കുകാർ ഏറ്റെടുക്കുകയും ആ ഫണ്ട് റീഫണ്ട് ചെയ്യുകയാണ്. അതായത് ഇവിടെയും നമുക്ക് വരുന്ന അസാധ്യം ഒരു ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ആക്ച്വലി. പക്ഷേ അവിടെയും ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ അക്കാര്യവും ഈ ഇവരുടെ ഹൃദയാഭിലാഷം, അതായത് ഇവർ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ ക്രെഡിറ്റ് കാർഡ് തിരികെ കിട്ടുകയും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് പോയ എമൗണ്ട് റിട്ടേൺ കൊടുക്കുകയുമാണ് ചെയ്തത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഉടമ്പടി മക്കളുടെ ഹൃദയാഭിലാഷം സാധിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജുഡിയ പറഞ്ഞതുപോലെ RN ലൈസൻസ് ഉണ്ട്. പക്ഷേങ്കിൽ അബുദാബിയിൽ സ്പെഷ്യാലിറ്റി ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ വളരെ ചുരുക്കം പേർക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ലൈസൻസാണ്. അവിടെയും ഈശോയുടെ അമ്മയുടെയും കൃപയാലാണ്, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല. അവിടെയും അബുദാബി ആരോഗ്യ വകുപ്പിൽ DOH നഴ്സിംഗ് ലൈസൻസ് ആരോഗ്യവകുപ്പിന് നൽകുന്ന പ്രൊഫഷണൽ ലൈസൻസാണ്. അവിടെ സ്പെഷ്യാലിറ്റി ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് അതും നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ് ജുഡിയ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ എല്ലാ കാര്യത്തിലും ഏറ്റെടുക്കുന്ന ഒരു ഈശോയും അമ്മയാണ് നാം കാണുന്നത്. 1 പത്രോസ് 5:7 പറയുന്നത് പോലെ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുന്ന അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നാണ്. നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും ആത്മീയ ജീവിതവും എല്ലാം എല്ലാ നിബന്ധനകളും പാലിച്ചാണ് ഈ കുടുംബം മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ എല്ലാ രീതിയിലും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് അനുഗ്രഹം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ ആഗ്രഹങ്ങളും ശുദ്ധീകരിക്കാനും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനും നമുക്കുള്ള കൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവിടുത്തെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജിനുവിനും ജുഡിയായ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.